ഹായ് എവരിവൺ. എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? കാണാലോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിന് തുടർച്ചയാണ് ഈ പറയുന്നത്. പേജ് നമ്പർ 293 എടുക്കുക കേട്ടോ. 293 293 ചാപ്റ്റർ 29 സമകാലീന സാംസ്കാരിക പശ്ചാത്തലം. അതാണ് നമ്മൾ ഇപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 29 ആണ്. 293 പേജ് എടുക്കുക. സമകാലീന സാംസ്കാരിക പശ്ചാത്തലം നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം. കിട്ടിയില്ല അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മള് ഈ സംസ്കാരം എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഇത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരോട് പറയാറുണ്ട്. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതികള്, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസങ്ങള്, ആചാരങ്ങള്, ഇതൊക്കെ ഉൾച്ചേർന്നതാണ് നമ്മുടെ സംസ്കാരം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളീയ സംസ്കാരമായിരിക്കില്ല അമേരിക്കയിലുള്ള അവിടുത്തെ ജനതയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെ സംസ്കാരം അവരുടെ പ്രദേശവുമായിട്ടും അവരുടെ ജീവിത രീതികളായിട്ടും അവരുടെ വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ സമകാലീന സാംസ്കാരിക പശ്ചാത്തലം എന്താണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിവിധ രൂപത്തിലുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഡിസ്കസ് ദ ഫോംസ് ഓഫ് കൾച്ചറൽ എക്സ്പ്രഷൻസ്. അപ്പോൾ നമുക്കറിയാം സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത രീതിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണം, ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് നമുക്കറിയാം. പേജ് നമ്പർ 293 കേട്ടോ. 293 293 ചാപ്റ്റർ 29. ഓക്കെ. ഇപ്പൊ സംഗീതം, സാഹിത്യം, നൃത്തം, സ്തൂപങ്ങള്, നാടോടി കഥകള്, ഇവയെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് ജീവിത രീതി മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയാണ്, അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ഓരോ സവിശേഷതകളാണെന്നുള്ളത്. പക്ഷേ നമ്മുടെ സംസ്കാരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സംഗീതവും അതുപോലെ തന്നെ സാഹിത്യവും നൃത്തവും സ്തൂപങ്ങളും നാടോടി കഥകളും ഒക്കെ. ഇപ്പോൾ നമ്മുടെ ചില നാടോടി കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതൊക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊയ്ത്തുപാട്ട്, അതുപോലെയുള്ള നാടൻ പാട്ടുകളെല്ലാം നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്നിരിക്കുന്ന, വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു കലാരൂപം കൂടിയാണ്, സാംസ്കാരിക കലാരൂപം കൂടിയാണ് ഈ നാടൻ പാട്ടുകളും അതുപോലെ തന്നെ നാടൻ നൃത്തരൂപങ്ങളും ഒക്കെ. ഇവ ഓരോന്നും പലതരത്തിലുള്ള സാംസ്കാരിക ആവിഷ്കാരങ്ങളാണ്. ഓരോ സാംസ്കാരിക രൂപങ്ങളും ഏതെങ്കിലും ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നാടൻ പാട്ടുകളും ഒക്കെ ഓരോരോ കഥകളായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. പണ്ടത്തെ ചില ആളുകളുടെ കാര്യങ്ങളും, ഇപ്പം നമ്മുടെ ഉണ്ണി ആർച്ചനെ കുറിച്ചുള്ള പാട്ടുകളും നാടോടി കഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഓരോ കഥകളും, അതുപോലെ തന്നെ കൊയ്ത്തുപാട്ടിലൂടെയുള്ള കർഷകരുടെ വേദന, അവരുടെ ജീവിതം, ഇതൊക്കെയാണ് നമ്മൾ നാടോടി പാട്ടുകളിലൂടെയും കൊയ്ത്തുപാട്ടുകളിലൂടെയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ഇത്തരമുള്ള സംസ്കാരത്തിന്റെ ഫലമായിട്ടുള്ള കലാരൂപങ്ങള് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പണ്ടത്തെ ആളുകളുടെ ജീവിത രീതികളെയൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുന്ന ചില കലാരൂപങ്ങളാണ്. അപ്പൊ ഈ കലാരൂപങ്ങളെല്ലാം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളും കൂടിയാണ്. പല രീതിയിലുള്ള ആശയങ്ങളുടെ കൈമാറ്റത്തിന് സാംസ്കാരിക രൂപങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈ ഇന്ത്യയിൽ പല രീതിയിലുള്ള സാംസ്കാരിക രൂപങ്ങളുണ്ട്. സ്തൂപങ്ങളുണ്ട്, സാഹിത്യങ്ങളുണ്ട്, പെയിന്റിങ്, മ്യൂസിക്, ഇവയെല്ലാം ഇന്ത്യൻ സാംസ്കാരിക പൈതൃകങ്ങളിൽ ചിലത് മാത്രമാണ്. അപ്പൊ നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് നമുക്ക് പരമ്പരാഗതമായി ലഭിച്ചിട്ടുള്ള നമ്മുടെ മൂല്യവത്തായ ഒന്നാണ് നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ പൈതൃകം നമുക്ക് എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക കലാരൂപങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പൈതൃകത്തെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ പെയിന്റിങ്ങുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാ രവിവർമ്മയൊക്കെ വരച്ചിട്ടുള്ള ചില പെയിന്റിങ്സ് ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെയിന്റിങ് വഴിയും അതുപോലെ തന്നെ സാഹിത്യങ്ങൾ വഴിയും ചില നാടോടി പാട്ടുകളൊക്കെ വഴിയും നമ്മുടെ സംസ്കാരം ഇങ്ങനെ തലമുറകളോളം നിലനിന്ന് പോവുകയാണ്.
ഇപ്പോൾ പണ്ടത്തെ ആളുകൾ കൊയ്ത്തുപാട്ടിലൊക്കെ പാടിയിരുന്ന ചില പാട്ടുകൾ, അതിന്റെ വരികളൊക്കെ ആ ഒരു കാലഘട്ടത്തിലെ ചില വേദനകളും അവരുടെ ചില ആകുലതകളും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൊയ്ത്തുകളൊന്നും അത്രയും കഷ്ടപ്പെടുന്ന കർഷകരൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പഴയ നമ്മുടെ സംസ്കാരത്തെ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ നാടൻ പാട്ടുകളൊക്കെ. അപ്പൊ ഇനി വരുന്ന നമ്മുടെ തലമുറയാണെങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ തന്നെ കൊയ്ത്ത് മെഷീനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലെ. അപ്പോൾ ഇനി വരുന്ന തലമുറകൾക്ക് ഒരു പക്ഷേ കർഷകർ എന്ന് പറയുന്ന മണ്ണില് കൊയ്യുന്ന ഒരു കർഷകനെ ഒന്നും കാണാനായിട്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷെ അവർക്ക് നമ്മുടെ പൈതൃകത്തെ അല്ലെങ്കിൽ നമ്മുടെ പഴയ സംസ്കാരമൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നത് ഏത് വഴിയാണ്? ഈ നാടൻ പാട്ടുകളൊക്കെ വഴി അവർക്ക് നമ്മുടെ പഴയ ഓർമ്മകളും പഴയ ജീവിത രീതികളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി ഇത്. ഇവയിൽ ഓരോന്നിനും വിഭജനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യൻ പാട്ടുകൾ തന്നെ പലതരത്തിലുണ്ട്. നാടൻ പാട്ടുകളുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്, അതുപോലെ തന്നെ ഭജനകളുണ്ട്. ഇവ ഓരോന്നും ആലപിക്കുന്നതിന് പ്രത്യേക അവസരങ്ങളും പ്രത്യേക ലക്ഷ്യങ്ങളും ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ 29 ആണ്. സമകാലീന സാംസ്കാരിക പശ്ചാത്തലം, 293 പേജ്. ഇനി റിപ്പീറ്റ് ചെയ്യില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ സംസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ സംസ്കാരം എങ്ങനെ നമ്മുടെ ഭാവിയിലെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ കലാരൂപങ്ങൾ, നമ്മുടെ സാംസ്കാരിക കലാരൂപങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് ഈ ഒരു സംസ്കാരം അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതുകൂടാതെ നമ്മുടെ സംസ്കാരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ പെയിന്റിങ്സ്, അതായത് ചിത്രരചനകള്, അതുപോലെ നമ്മുടെ നാടൻ പാട്ടുകള്, നൃത്തരൂപങ്ങള്. ഇപ്പൊ നാടോടി നൃത്തങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും ആ പാട്ടുകളൊക്കെ. അപ്പോൾ കൊയ്യുന്ന സ്ത്രീയുടെ രോദനവും അതുപോലെ തന്നെ ഒരുപാട് പഴയ ഗ്രാമത്തിലെ ഓരോരോ സ്ത്രീയുടെയും അല്ലെങ്കിൽ ഓരോരോ സംഭവങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഓരോ നാട്ടൻ നൃത്ത കലാരൂപങ്ങളും അല്ലെങ്കിൽ പാട്ടുകളൊക്കെ രചിക്കപ്പെടുക. അപ്പൊ ആ ഒരു രീതിയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കലാരൂപങ്ങൾക്ക് സാധിക്കും. ഇനി അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ പല രൂപങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക രൂപങ്ങളായിട്ട് അല്ലെങ്കിൽ സാംസ്കാരിക ആവിഷ്കാരങ്ങളാണ് നമ്മുടെ സംഗീതവും നൃത്തവും അതുപോലെ തന്നെ സാഹിത്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കഥകളും ചെറുകഥകളും നോവലുകളും ഒക്കെ നമ്മുടെ ഈ സാഹിത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. പിന്നെ സ്തൂപങ്ങള്, പല പല രാജാക്കന്മാരും സ്ഥാപിച്ചിട്ടുള്ള സ്തൂപങ്ങളൊക്കെ വഴി അവിടുത്തെ ജനങ്ങളെ കുറിച്ചും രാജാക്കന്മാരെ കുറിച്ചൊക്കെയുള്ള അറിവ് നമുക്ക് കിട്ടും. പിന്നെ നാടോടി കഥകളൊക്കെ വഴി നമുക്ക് ആ ഒരു പഴയ നമ്മുടെ സംസ്കാരം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജനകീയ സംസ്കാരങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ജനകീയ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ കർണാട്ടിക് മ്യൂസിക് അല്ലെങ്കിൽ ഭരതനാട്യം പോലെയുള്ള ചില കലകള് അല്ലെങ്കിൽ കലാരൂപങ്ങള് പണ്ട് കാലഘട്ടത്തില് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ സ്വായത്തമാക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അതില് കൃത്യമായ ആചാര രീതികൾ അല്ലെങ്കിൽ ഒരു നിഷ്ഠയോടെ വേണമായിരുന്നു ആ ഒരു കലാരൂപങ്ങളൊക്കെ പഠിക്കാനായിട്ട്. ഇപ്പൊ ഇന്ന് നമ്മളൊരു ടൈം പാസിന് പോലെ പഠിക്കുന്ന പോലെയല്ല അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചിരുന്നത്. അതൊരു കലയായി കണ്ട് ഒരു ഉപജീവന മാർഗമായിട്ട് കണ്ടാണ് ആളുകൾ പഠിച്ചിരുന്നത്. അപ്പോൾ അത് കൂടുതൽ ചെലവേറിയതായിരുന്നു. അതുകൂടാതെ നമ്മുടെ ഇന്ത്യയിലെയൊക്കെ താഴേക്കിടയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അപ്രാപ്യമാകാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കാത്ത രീതിയിൽ ചിലവേറിയതായിരുന്നു ഈ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള ഈ ഭരതനാട്യം അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക് പോലെയുള്ള കലാരൂപങ്ങൾ. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള ചില കലാരൂപങ്ങൾ ആവിഷ്കരിക്കുകയും അതിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഇപ്പൊ നാടൻ പാട്ടുകളാണെങ്കിലും നാടോടി നൃത്തങ്ങളാണെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള കലാരൂപങ്ങളാണ് സാധാരണക്കാര് കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ട് ഇരുന്നത്. ഇപ്പൊ ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുകൊണ്ടാണ് ഫോക്ക് കൾച്ചർ എന്നൊക്കെ ഇവിടെ പറയുന്നത്. ജനകീയ സംസ്കാരം എന്നാണ് അതിനർത്ഥം. ഫോക്ക് കൾച്ചർ എന്ന് പറയുന്നത് ജനകീയ സംസ്കാരമാണ്. ഇപ്പൊ നാടോടി നൃത്തവും നാട്ടൻ പാട്ടുകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ സാധാരണക്കാരായ ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെയാണ് ജനകീയ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക.
സാധാരണക്കാരായ ജനങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യങ്ങളെയാണ് ജനകീയ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നാടോടി പാട്ടുകളും നാടോടി നൃത്തങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത്, ജനകീയ സംസ്കാരം എന്ന് ഇതിനെ വിളിക്കാൻ കാരണം എന്ന് പറയുന്നത്, കൂടുതൽ ആളുകൾക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റുന്ന ഒരു നൃത്തരൂപങ്ങൾ അല്ലെങ്കിൽ കലാരൂപങ്ങൾ എന്ന് പറയുന്നത് ഈ ജനകീയ സംസ്കാരക കലാരൂപങ്ങളായിരുന്നു. കാരണം ഭരതനാട്യം പോലെയുള്ള കർണാടിക് മ്യൂസിക് പോലെയുള്ള ചിലവേറിയ കലാരൂപങ്ങൾ സ്വായത്തമാക്കാനുള്ള ഒരു ശേഷി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്കില്ലാത്തത് കൊണ്ട് അവർ കൂടുതലും നാടോടി പാട്ടും നാടോടി നൃത്തവും ഒക്കെയാണ് അഭ്യസിച്ചിരുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ജനങ്ങൾ അവരുടെ സാംസ്കാരിക മൂല്യങ്ങളുടെയും ആശയങ്ങളുടെയും ഗാനങ്ങളുടെയും നൃത്തം, കഥകൾ എന്നിവയിലൂടെയും പ്രകടമാക്കുന്നു. അവയെല്ലാം ജനകീയ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് വലിയ സാംസ്കാരിക പാരമ്പര്യങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഈ പണമുള്ളവർക്ക് എപ്പോഴും പവർ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെയായിരുന്നു പണ്ട് കാലത്തും പണമില്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള കലകളെയൊക്കെ രൂപപ്പെടുത്താനൊക്കെയുള്ള കഴിവില്ലായിരുന്നു. അപ്പൊ അവര് കൂടുതലായിട്ടും ഈ ജനകീയമായിട്ടുള്ള അല്ലെങ്കിൽ നാടോടി കഥകൾ പോലെയുള്ള നാടോടി നൃത്തങ്ങൾ പോലെയുള്ള കലാരൂപങ്ങളെയാണ് അവർ ആനന്ദത്തിനായിട്ട് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. പക്ഷെ അവർ ചെറിയ ചെറിയ വസ്തുക്കൾ നിർമ്മിച്ചിരുന്നു. ഇവ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവയായിരിക്കും. ഇത്തരം വസ്തുക്കൾ പെട്ടെന്ന് നശിച്ചു പോകുന്നവയുമാണ്. ഉദാഹരണത്തിന് വസ്ത്രങ്ങൾ. പ്രാചീന കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കാത്തത് അവർ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് നിലവാരം കുറഞ്ഞ വസ്തുക്കളായിരുന്നത് കൊണ്ടാണ്. അവ പലതും നശിച്ചു പോയതിനാൽ ഇന്ന് അവ ലഭ്യമല്ല. അപ്പോൾ നമ്മൾ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പണ്ട് കാലത്തെ ആളുകളുടെ ജീവിത രീതികളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അവരുപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും സാധന സാമഗ്രികളും ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ജീവിത രീതി, അവരെങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ നിലനിന്ന് പോന്നിരുന്നതെന്നൊക്കെയുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്ത് ചെയ്തു, ഈ സാധാരണക്കാരായ ആളുകളെ കുറിച്ച് നമുക്കൊരു വിവരവും ലഭ്യമായിട്ടില്ല. കാരണം അവർക്ക് വില കുറഞ്ഞ അല്ലെങ്കിൽ അവർക്ക് നിലവാരമില്ലാത്ത വസ്തുക്കളായിരുന്നു അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് നശിച്ചു പോകുമായിരുന്നു. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്നുള്ളൊരു തെളിവുകൾ നമുക്ക് ലഭ്യമാകാതെ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ സാധാരണക്കാരായ ആളുകളുടെ ജീവിത രീതിയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ള അറിവുകൾ ലഭിക്കാതെയും വന്നു. നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ടത്തെ ആളുകൾ ഓലപ്പുരകളിൽ ജീവിക്കുകയും അതുപോലെ തന്നെ ഓല കൊണ്ട് നെയ്ത കൊട്ടകളൊക്കെ ഉപയോഗിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അല്ലെ. അപ്പൊ ഈ ഓല കൊണ്ട് നെയ്ത വീടുകളും അതുപോലെ തന്നെ കൊട്ടകളും ഒക്കെ പെട്ടെന്ന് ചെതലിരിച്ചു പോവുകയും അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. പക്ഷെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടോ ചെമ്പ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളോ തവികളോ ഒന്നും ഇത്തരത്തില് പെട്ടെന്ന് ചീത്തയായി പോകാറില്ല അല്ലെ. അപ്പോൾ അത് ആ ഒരു ഡിഫറൻസ് ഓർത്താൽ മതി. കാരണം ഈ ഒരു സാധാരണക്കാരായ ആളുകൾ നിർമ്മിച്ചിരുന്നത് വില കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന ആ വസ്തുക്കൾ നമുക്ക് അപ്രാപ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാരായ ജനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അത്ര തന്നെ ലഭ്യമായിട്ടില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. പിന്നെ ജനകീയ സംസ്കാരം അല്ലെങ്കിൽ കലാരൂപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കുക, നമ്മുടെ നാടൻ പാട്ടുകളും നാടോടി നൃത്തങ്ങളും ഒക്കെയാണ് സാധാരണ ജനങ്ങൾ അവരുടെ കലകളായിട്ട് കൊണ്ടു നടന്നത്. ഉയർന്ന മൂല്യമുള്ള അല്ലെങ്കിൽ ഉയർന്ന പണച്ചെലവുള്ള ചില സാഹിത്യ രൂപങ്ങളൊന്നും നിർമ്മിക്കാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമൊന്നും സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്ലാസിക്കൽ കൾച്ചർ. ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, അതിനെക്കുറിച്ച് ഒരു ചെറു വിവരണം എഴുതാനായിട്ട് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ക്ലാസിക്കൽ എന്ന് പറയുന്നത് സാർവത്രികവും സർവകാലീനവുമായ മൂല്യമുള്ള കലകളെയാണ് നമ്മൾ ക്ലാസിക് കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തെന്നും നിലനിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും അതിന് മൂല്യമുള്ള ചില സാഹിത്യ രൂപങ്ങളെയാണ് നമ്മൾ ക്ലാസിക് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ ഭരതനാട്യം പോലെയുള്ള നൃത്തരൂപങ്ങൾ ക്ലാസിക്കൽ കൾച്ചറിന്റെ ഭാഗമാണ്. അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. ഭരതനാട്യം ഒക്കെ ഒരു ക്ലാസിക്കൽ കൾച്ചറിന്റെ അല്ലെങ്കിൽ ക്ലാസിക്കൽ കലാരൂപങ്ങളാണ്. പക്ഷെ അതൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഒരു ക്ലാസിക്കൽ കവിയായി അറിയപ്പെടുന്നതാണ് കാളിദാസൻ. കാരണം കാളിദാസന്റെ കൃതികൾക്ക് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇനി അങ്ങോട്ടുള്ള കാലത്തും എല്ലായ്പ്പോഴും അതിനൊരു മൂല്യം ഉണ്ടായിരിക്കും അല്ലെ.
കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളവും ഒക്കെ ഇന്നത്തെ ആളുകളും അഭിനിവേശത്തോടെ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ടത്തെ ആളുകളും വളരെയധികം സ്വാഗതം ചെയ്തിരുന്ന ഒരു കൃതിയായിരുന്നു അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇനിയും വരും തലമുറയ്ക്കും കൂടെ കാളിദാസന്റെ സാഹിത്യകൃതികൾ അമൂല്യമായിട്ടുള്ള കൃതികൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ക്ലാസിക്കൽ കൃതി അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ കവി എന്ന് പറയുന്നത് കാളിദാസനാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ക്ലാസിക്കൽ ക്ഷേത്ര നിർമ്മിതികൾക്ക് ഉദാഹരണമാണ് ചോളന്മാർ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ. ഇപ്പൊ ചോളന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള രാജവംശമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ചോളന്മാരെന്ന് പറയുന്നത് തമിഴകം അല്ലെ തമിഴ്നാട്ടില് അവർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു എന്നുള്ളതും നമ്മൾ പറഞ്ഞു തഞ്ചാവൂരിലൊക്കെ. അപ്പൊ തഞ്ചാവൂർ ക്ഷേത്രമൊക്കെ അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ തമിഴ്നാട്ടിൽ അവര് നിർമ്മിച്ചിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളൊക്കെ ഒരു സാംസ്കാരിക നിർമ്മിതികളായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ആ ഒരു ക്ലാസിക്കൽ നിർമ്മിതിയാണ് ഈ ചോളന്മാർ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ. കാരണം അത്രയും കലവിരുതും അതുപോലെ തന്നെ ഒത്തിരി വാസ്തുശില്പ രീതികളിലൊക്കെ പുതിയ മേന്മ ഉള്ള നിർമ്മിതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് എപ്പോഴും ഒരു ക്ലാസിക്കൽ പദവിയാണ് നമ്മൾ നൽകാറുള്ളത്. അതോടെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇത്തരം ക്ലാസിക്കൽ സാംസ്കാരിക രൂപങ്ങളാൽ സമ്പന്നമാണ് ഇന്ത്യ. കാരണം ഇന്ത്യയെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നിർമ്മിതികളും ഒക്കെ നമ്മുടെ പൈതൃകത്തെയും അതുപോലെ തന്നെ പാരമ്പര്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ചില ഗുഹാചിത്രങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ വരെ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക നഗരമായി അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. ക്ലാസിക്കൽ സാഹിത്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷകളിലായിരുന്നില്ല. കാരണം പല കൃതികളും ഉണ്ടാക്കിയത് സംസ്കൃത ഭാഷയിലായിരുന്നു. സംസ്കൃതം എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ലഭ്യമാകാതിരുന്ന ഒരു ഭാഷയാണ്. കാരണം ബ്രാഹ്മണന്മാരായിട്ടുള്ള വ്യക്തികളും ഒക്കെയാണ് സംസ്കൃതം പഠിക്കുകയും അതുപോലെ തന്നെ ബ്രാഹ്മണരായ ആളുകൾക്ക് മാത്രമേ സംസ്കൃതം പഠിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നുള്ളൂ. സാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ പ്രാകൃതമായിട്ടുള്ള ഭാഷകൾ കുറെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള മാതൃഭാഷകൾ കുറച്ചേ ഉള്ളൂ. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ പല പല ആളുകളും പ്രാദേശിക ഭാഷകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പല രീതിയിലുള്ള ഗോത്ര ഭാഷകളൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മേഘാലയയിലും കേരളത്തിലാണെങ്കിൽ പോലും പല ഗോത്രവർഗങ്ങളും അവരുടേതായ പ്രാകൃത ഭാഷകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രാകൃത ഭാഷകളിൽ മാത്രം അറിയാവുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ഈ സംസ്കൃതം പോലെയുള്ള ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഷയിൽ എഴുതിയിട്ടുള്ള അവരുടെ സാഹിത്യകൃതികളൊന്നും അത്ര വായിച്ച് മനസ്സിലാക്കാനുള്ള അറിവോ അല്ലെങ്കിൽ അതിനുള്ള കാര്യപ്രാപ്തിയൊന്നും അവർക്കില്ലായിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ആ സംസ്കാരവും അതുപോലെ തന്നെ ക്ലാസിക്കൽ സംസ്കാരങ്ങളൊക്കെ വളരെ വികസിതവും അതേസമയം ചിലവേറിയതുമായിരുന്നു എന്ന് ഒന്ന് ഓർത്തു വെക്കുക. കാരണം നമ്മൾ പറഞ്ഞു അല്ലെ, ഭരതനാട്യവും അതുപോലെയുള്ള സാഹിത്യകൃതികളും ഒക്കെ വളരെയേറെ ചിലവേറിയതായിരുന്നു. കാരണം അതൊരു നിഷ്ഠയോടെ പഠിക്കുകയും വളരെയധികം പണച്ചെലവ് അതിനു വേണ്ടിയിട്ട് മുടക്കുകയും വേണമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഭരതനാട്യം പോലെയുള്ള സാംസ്കാരിക കലാരൂപങ്ങൾ അഭ്യസിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. ഇന്നാണെങ്കിൽ പോലും ഭരതനാട്യം പോലെയുള്ള കലാരൂപങ്ങൾ നമുക്ക് അഭ്യസിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പണം മുടക്കണം. കാരണം അതിന്റെ ഡ്രസ്സ്, അതിന്റെ മുടി, നീളമുള്ള മുടികൾ വേണം, ചിലങ്ക, അതിനു വേണ്ടിയിട്ടുള്ള ഗുരുദക്ഷിണ, അതിനു വേണ്ടിയുള്ള ഫീസ്, പഠിക്കാനുള്ള ഫീസ്, അങ്ങനെയുള്ള ഒരുപാട് ചെലവ് കൂടിയതാണ് ഈ ഒരു കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു രീതിയുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയാണെങ്കിൽ പോലും വലിയ വ്യത്യാസമൊന്നും ഈ സാംസ്കാരിക കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ പണ്ടത്തെ കാലത്താണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു, ആളുകൾക്ക് അപ്രാപ്യമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഈ ഭരതനാട്യം പോലെയുള്ള സാംസ്കാരിക കലകൾ നിലനിന്നിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സംസ്കൃത രചനകള് പ്രാദേശിക ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെടാനും സ്മാരകങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുവാനും തുടങ്ങിയിട്ട് 2 ദശകങ്ങളെ ആയിട്ടുള്ളൂ. കാരണം മ്യൂസിയങ്ങളും അതുപോലെയുള്ള രീതികളിലുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുൻപ് ഈ സംസ്കൃതത്തിൽ രചിച്ച കൃതികളൊക്കെ അവർണ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള അറിവ് ലഭ്യമാകാത്ത ആളുകൾക്കൊന്നും ലഭ്യമായിരുന്നില്ല. കാരണം അവർക്കൊന്നും അതൊന്ന് വായിച്ചു നോക്കാനോ അതൊന്ന് തൊടുവാനോ പോലും ഉള്ള അവസരം ലഭിച്ചിരുന്നില്ല. ആ ഒരു സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കൃതികളൊക്കെ നമുക്ക് ലഭ്യമാകാൻ തുടങ്ങിയിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ.
ജനകീയ സംസ്കാരങ്ങളും ക്ലാസിക്കൽ സംസ്കാരങ്ങളും തമ്മിൽ പരസ്പരം ആശയങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ ക്ലാസിക്കൽ കൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഭരതനാട്യമൊക്കെ ക്ലാസിക്കൽ കൾച്ചറിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അത് സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. പിന്നെ നമ്മുടെ സംസ്കാരം, അതായത് ഈ ഒരു ക്ലാസിക്കൽ സാഹിത്യങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭാഷകളിലല്ലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. എല്ലാം തന്നെ സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിരുന്നത്. സംസ്കൃതം വായിക്കാനോ അതനുസരിച്ച് എഴുതുവാനോ ഒന്നും സാധാരണക്കാരായ ആളുകൾക്ക് അതിനുള്ള അറിവില്ലായിരുന്നു. സംസ്കൃതം അവർക്ക് അറിയില്ലായിരുന്നു. അവർക്ക് പ്രാകൃത ഭാഷകളായിരുന്നു അറിയാമായിരുന്നത്. ബ്രാഹ്മണർ പോലെയുള്ള ഉന്നതകുല ജാതർക്ക് മാത്രമേ സംസ്കൃതം എഴുതാനോ വായിക്കാനും ഒക്കെ സാധിച്ചിരുന്നുള്ളൂ. ആ സംസ്കൃതം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തതും ഉന്നത കുല ജാതരിലേക്ക് മാത്രമേ ഈ സംസ്കൃതം എഴുതാനോ വായിക്കാനോ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നുള്ളൂ താനും. അപ്പൊ ആ രീതിയിൽ നമ്മൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത്, എങ്ങനെയാണ് നരവംശ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും സംസ്കാരത്തെ നിർവചിക്കുന്നത്? അപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിത രീതികളും നമ്മുടെ കലാരൂപങ്ങളും ഒക്കെ നമ്മുടെ സംസ്കാരവുമായിട്ട് ഉൾച്ചേർന്നിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നരവംശ ശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ ആന്ത്രോപോളജിസ്റ്റുകളാണ് കേട്ടോ. ആന്ത്രോപോളജിസ്റ്റുകൾ എന്നാണ് നരവംശ ശാസ്ത്രജ്ഞരെ ഇംഗ്ലീഷിൽ പറയുക. അപ്പൊ ആന്ത്രോപോളജിസ്റ്റ് എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കാം. സാമൂഹിക പിന്നെ പുരാവസ്തു ഗവേഷകർ എന്ന് പറയുന്നത് ആർക്കിയോളജിസ്റ്റുകൾ. അപ്പൊ ആ രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക. ഹൗ ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് ഡിഫൈൻ കൾച്ചർ. എങ്ങനെയാണ് നരവംശ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും സംസ്കാരത്തെ നിർവചിക്കുന്നത്? സാമൂഹിക സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞർ ഇന്ന് കാണുന്ന സമൂഹങ്ങളെ കുറിച്ച് പഠിക്കുന്നു. സമൂഹത്തിന്റെ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, ജീവിതരീതി തുടങ്ങിയ എല്ലാ സാംസ്കാരിക ഘടകങ്ങളെ അവർ പഠന വിഷയമാക്കുന്നു. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. ഇപ്പൊ നമ്മൾ ആർക്കിയോളജിസ്റ്റുകളെ കുറിച്ചോ അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റുകളെ കുറിച്ചോ ഒക്കെ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ആദ്യം ഈ ഒരു പോയിന്റും കൂടെ എഴുതി വെക്കാം കേട്ടോ. നമ്മൾ സമൂഹത്തെക്കുറിച്ചും നമ്മുടെ നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശ ശാസ്ത്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നരവംശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യവംശങ്ങളെ കുറിച്ച് അവരുടെ രീതികളെ കുറിച്ചൊക്കെ നരവംശ ശാസ്ത്രജ്ഞര് പഠിക്കുന്നു. അതുപോലെ തന്നെ ആർക്കിയോളജിസ്റ്റുകൾ നമ്മുടെ പുരാതനമായ വ്യവസ്ഥതയെ കുറിച്ച് അല്ലെങ്കിൽ പുരാതനമായ ചില അവശിഷ്ടങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നമ്മുടെ പൂർവികരെ കുറിച്ചുള്ള പഠനം അവർ നടത്തുന്നു. കാരണം നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തലവനായ ആളുകളാണ് ഈ ഒരു ഹാരപ്പയിൽ ഉത്ഖനന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിലാണ് ഹാരപ്പയിലും അതുപോലെ തന്നെ മോഹൻജൊദാരോയിലും ഒക്കെ ഉത്ഖനന പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയതും അതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയതും. അപ്പോൾ ഈ നരവംശ ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷകരും ഒക്കെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമ്മുടെ പുരാതനപരമായ ആളുകളെ കുറിച്ചും ഒക്കെ കൂടുതൽ പഠനം നടത്തുന്ന ആളുകളാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പുരാവസ്തു ശാസ്ത്രജ്ഞര് വീടുകള്, ഉപകരണങ്ങള്, പാത്രങ്ങള്, പ്രതിമകള് തുടങ്ങിയവയെ പഠന വിഷയമാക്കി പഴയ കാലത്തെ ആളുകളുടെ ജീവചരിത്രം പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുരാവസ്തു ശാസ്ത്രജ്ഞര് നമ്മൾ ഹാരപ്പയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് അങ്ങനെ പഠിക്കാം. കാരണം ഹാരപ്പയിൽ നമ്മൾ ഉത്ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ അവിടെ ചില രൂപങ്ങളൊക്കെ കണ്ടു. ഇപ്പം നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപമൊക്കെ കണ്ടു. അപ്പൊ അവരെന്ത് വിചാരിച്ചു, ആളുകള് നൃത്തത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അവര് ഓരോ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരുപാട് ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യവും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഓരോ സാധനങ്ങൾ കൊണ്ട് അവർ ഓരോരോ നിഗമനങ്ങളിൽ എത്തുക ചെയ്യുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ ഹാരപ്പൻ ജനതകൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊന്നും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവര് അവിടെ നിന്ന് കണ്ടെത്തിയ സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഹാരപ്പൻ സിവിലൈസേഷനിലെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചത്, അവർക്ക് എന്തിനോടൊക്കെയായിരുന്നു താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി എടുക്കുക ചെയ്തത്. അപ്പൊ പുരാവസ്തു ശാസ്ത്രജ്ഞര് വീടുകൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവ പഠന വിഷയമാക്കി പഴയകാലത്തെ ആളുകളുടെ ജീവചരിത്രം പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് കരുതുന്ന പലതും പഴയ സംസ്കാരങ്ങളുടെ തുടർച്ചയായിരിക്കും. ഇത്തരം വസ്തുക്കളെ കുറിച്ചുള്ള അന്വേഷണമാണ് പുരാവസ്തു ശാസ്ത്രജ്ഞര് നടത്തുന്നത്. അപ്പോൾ നരവംശ ശാസ്ത്രജ്ഞര് നമ്മുടെ മനുഷ്യരെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശ ശാസ്ത്രജ്ഞർ എന്ന് പറയുന്നത്. പുരാവസ്തു ഗവേഷകർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഓരോരോ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പൗരാണിക കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കുന്നവരാണ്
അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ രണ്ടും ഓർത്ത് വെക്കുക. അതുകൂടാതെ പുരാവസ്തു ഗവേഷകരും അതുപോലെ തന്നെ ആന്ത്രപ്പോളജിസ്റ്റുകളും അല്ലെങ്കിൽ നരവംശ ശാസ്ത്രജ്ഞരും ഓരോ മനുഷ്യ ജീവിതത്തെ കുറിച്ചും അല്ലെങ്കിൽ പുരാതന ആളുകളുടെ ജീവിത രീതികളെ കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഓർക്കേണ്ടതുള്ളൂ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്രകാരമാണ് സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ നമ്മുടെ സാംസ്കാരിക നിഷ്ഠകളെ സ്വാധീനിക്കുന്നത്? അപ്പോൾ ഒരു സമൂഹവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും ഒക്കെ നമ്മുടെ സാംസ്കാരിക രീതികളെയൊക്കെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഓരോരോ ആചാരങ്ങളും ഓരോ രീതികളും ഒക്കെ നമ്മുടെ തന്നെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും നമ്മളെ പല രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ഉന്നതമായിട്ടുള്ള ചില സ്തൂപങ്ങളും കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് നമ്മുടെ കയ്യിൽ പണമുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറാറുണ്ട്. പ്രത്യേകിച്ച് ചോള രാജാക്കന്മാരൊക്കെ അവരുടെ ക്ഷേത്രങ്ങളൊക്കെ നിർമ്മിച്ചത് അവരുടെ സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്ന ഒരു രാജകുടുംബമായിരുന്നു ചോളന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അവര് സമ്പൽ സമൃദ്ധി കൊണ്ട് അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളൊക്കെ പിന്നീട് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ നമ്മുടെ സാംസ്കാരിക നിഷ്ഠകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. നമ്മുടെ പല സാംസ്കാരിക നിഷ്ഠകളെയും സ്വാധീനിക്കുന്നത് സാമൂഹികവും സാംസ്കാരികവുമായ സാമൂഹിക സാഹചര്യങ്ങളാണ്. ഉദാഹരണത്തിന് സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു. അപ്പോൾ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മുടെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമുള്ളവര് പണമുള്ള രീതിയിൽ നല്ല വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. പണമില്ലാത്തവർ അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതുപോലെ തന്നെ രാജകുടുംബങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള വസ്ത്രധാരണ രീതികൾ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ സാമൂഹിക രീതിയിലുള്ള ഒരു സാമൂഹിക രീതി എന്ന് പറയുന്നത് നമ്മുടെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമ്പത്തും നമ്മുടെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൂടാതെ സാമൂഹികമായിട്ടുള്ള രീതികൾ എങ്ങനെയാണ് നമ്മുടെ ജീവിത രീതി അല്ലെങ്കിൽ നമ്മുടെ സാംസ്കാരിക നിഷ്ഠകളെ സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വിധവകളായിട്ടുള്ള ആളുകൾ വെള്ള സാരികളോ അല്ലെങ്കിൽ വെള്ള വസ്ത്രങ്ങളോ അതുപോലെ അധികം ആഭരണങ്ങളൊന്നും ഉപയോഗിക്കാത്ത നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ചില രീതികളൊക്കെ നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള സാംസ്കാരിക നിഷ്ഠകളെ ഉത്തേജിപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പലപ്പോഴും അവർ അവിവാഹിതരാണോ വിധവകളാണോ തുടങ്ങിയ കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന രീതിയിലായിരിക്കും. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മള് ഇപ്പൊ ബ്രാഹ്മണന്മാരുടെ ഒക്കെ ഒരു രീതി നോക്കുകയാണെങ്കിൽ അവരില് സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിധവയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെള്ള വസ്ത്രം ഉടുപ്പിച്ച് അവരുടെ ആഭരണങ്ങളെല്ലാം അവരുടെ വളകളെല്ലാം ഇടിച്ചതെല്ലാം തല്ലിപ്പൊട്ടിച്ച് അവരെ വളകൾ ഇടിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ആഭരണങ്ങളൊന്നും കൊടുക്കാതെ അവരെ വെള്ള വസ്ത്രത്തിൽ ഒതുക്കി നിർത്തുന്ന ഒരാചാരമൊക്കെ നമ്മുടെ ഒരു ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പെരുമഴക്കാലം എന്ന് പറയുന്ന ഒരു മൂവിയില് മീര ജാസ്മിനും കാവ്യമാധവനും ഒക്കെ അഭിനയിക്കുന്ന ഒരു മൂവിയാണ്. അതാണെന്ന് തോന്നുന്നു അതിന്റെ ഒരു പേര്. ആ സിനിമയുടെ പേര് എനിക്ക് കൃത്യം ഓർമ്മയില്ല. അപ്പോൾ അതില് നമ്മുടെ കാവ്യമാധവന്റെ ഹസ്ബൻഡ് വിനീത് മരിച്ചു കഴിയുമ്പോൾ ആ കാവ്യമാധവൻ നല്ല ആഭരണവും അതുപോലെ തന്നെ നല്ല കളർഫുൾ വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്ന ആ കാവ്യമാധവൻ ഹസ്ബൻഡ് ഇല്ലാതായപ്പോൾ അല്ലെങ്കിൽ വിധവയായപ്പോൾ അവളുടെ വളകളെല്ലാം തല്ലി ഒടിച്ചു കളയുകയും അവളുടെ ആഭരണങ്ങളൊക്കെ ഊരി മാറ്റുകയും അവരുടെ പൊട്ടൊക്കെ മായ്ച്ചു കളയുകയും അവൾക്ക് ഒരു വെള്ള വസ്ത്രത്തിൽ അവളെ ഒതുക്കി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഒതുക്കി നിർത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ആചാരങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിവാഹങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല ഇനി അവർക്ക്. അതുകൂടാതെ നല്ല മംഗളകരമായ കർമ്മങ്ങളിലൊന്നും അവരെ പങ്കെടുപ്പിക്കില്ല. അങ്ങനെയുള്ള ചില ആചാരങ്ങളൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്നിരുന്നു. അപ്പൊ അതുമാണ് ഇവിടെ പറയുന്നത്. അന്നത്തെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രധാരണ രീതി പലപ്പോഴും അവർ അവിവാഹിതരാണോ അല്ലെങ്കിൽ വിധവകളാണോ എന്നൊക്കെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. അപ്പൊ വെള്ള വസ്ത്രം ധരിച്ച് ആഭരണങ്ങളൊന്നും ധരിക്കാതെ പോകുന്ന സ്ത്രീകളെ കാണുമ്പോൾ അവരെ വിധവകളാണെന്ന് ആളുകൾക്ക് മനസ്സിലായിരുന്നു. അതുപോലെ തന്നെ അവിവാഹിതരായ ആളുകൾക്ക് അത്തരത്തിലുള്ള ചില വസ്ത്രധാരണ രീതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. സാമൂഹിക സാഹചര്യങ്ങൾ പോലെ തന്നെ സാമ്പത്തിക ഘടനകളും സംസ്കാരത്തെ തീരുമാനിക്കുന്ന ഒരു പ്രധാന വസ്തുതയാണ്. ഉദാഹരണത്തിന് ക്ലാസിക്കൽ സംഗീതങ്ങൾ ചെലവേറിയതും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമാകിയാൽ മറ്റ് സാധാരണ സംഗീതങ്ങളാണ് ആളുകൾ കൂടുതലായും തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നിഷ്ഠകളെ സ്വാധീനിക്കുന്നത് സമ്പത്താണെന്നും പറഞ്ഞു അല്ലെ നമ്മള്. അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ഘടകങ്ങളെ തീരുമാനിക്കുന്നത്? നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കർണാട്ടിക് മ്യൂസിക് പോലെയുള്ള ചില ഉന്നതമായിട്ടുള്ള
സംഗീതങ്ങള് സാധാരണക്കാരായ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നു എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കാരണം അത് ചിലവേറിയതായിരുന്നു. അപ്പോൾ ഈ സമ്പത്തില്ലാത്ത ആളുകൾക്ക് ഈ ഒരു സാംസ്കാരിക ഘടകത്തിൽ നിന്നും അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമായ കർണാടിക് മ്യൂസിക് പോലെയുള്ള സംഗീതങ്ങളിൽ നിന്നും അവർക്ക് വിട്ടു നിൽക്കേണ്ടതായി വന്നു. അവർ സാധാരണ നാടോടി പാട്ടുകളും അല്ലെങ്കിൽ നാടോടി നൃത്തങ്ങളും ഒക്കെയാണ് അവര് കൂടുതൽ ആശ്രയിച്ചിരുന്നത്. അങ്ങനെയാണ് സമ്പത്ത് സാംസ്കാരിക നിഷ്ഠകളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയത്. ഓക്കെ. അതുപോലെ തന്നെ ഭരണാധികാരികൾ മാത്രമേ വലിയ സ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം കാണിക്കുന്നത് സംസ്കാരത്തെ തീരുമാനിക്കുന്നതിൽ സമ്പത്തിനൊരു പ്രധാന പങ്കുണ്ട് എന്നതാണ്. അപ്പോൾ സംസ്കാരത്തെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സമ്പത്താണ്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സാമൂഹികമായ ഒരു രീതികളാണ്. ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. അപ്പൊ സാമൂഹികമായ രീതികൾ സംസ്കാരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ വസ്ത്രധാരണ രീതിയാണ് ആദ്യമായിട്ട് ബാധിക്കുക. കാരണം അവിവാഹിതരായിട്ടുള്ളതും വിധവകളായിട്ടുള്ള ആളുകൾക്ക് വെവ്വേറെയുള്ള വസ്ത്രധാരണ രീതികളാണ് സമൂഹം കൊടുത്തിരുന്നത്. അപ്പൊ അത് ഒരു രീതിയിൽ സംസ്കാരത്തെ അല്ലെങ്കിൽ സാംസ്കാരിക നിഷ്ഠകളെ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമായിരുന്നു. പിന്നെയെന്ന് പറയുന്നത് ക്ലാസിക്കൽ സംഗീതങ്ങളൊന്നും സാധാരണക്കാരായ ആളുകൾക്ക് അപ്രാപ്യമായിരുന്നില്ല. അതുകൊണ്ട് അതെങ്ങനെ നമ്മുടെ സമ്പത്ത് ഇല്ലാത്തതിനാൽ ആളുകൾക്ക് ഈ ചിലവേറിയ സംഗീതങ്ങള് ഈ ക്ലാസിക്കൽ സംഗീതങ്ങളൊന്നും അവർക്ക് സ്വായത്തമാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് സമ്പത്തും ഈ സാംസ്കാരിക നിഷ്ഠകളെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറി. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. നമ്മുടെ സംസ്കാരം സാംസ്കാരിക വിനിമയത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. ഈ പ്രസ്താവനയെ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത് ഒരാള് മാത്രം നിന്നാലോ അല്ലെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാലോ ഒരു സമൂഹം വിചാരിച്ചാലോ മാത്രം അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കപ്പെടില്ല. അപ്പോൾ ഈ സാംസ്കാരിക വിനിമയത്തിലൂടെ മാത്രമേ നമ്മുടെ സംസ്കാരം എന്താണെന്നും അത് മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കാമെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ അത് മറ്റുള്ള ആളുകളിലേക്കും ഈ സംസ്കാരം എത്തിച്ചേരുകയുള്ളൂ. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സംസ്കാരത്തെ രൂപപ്പെടുന്നതിൽ പരസ്പരമുള്ള ആശയവിനിമയത്തിനും സ്വാധീനമുണ്ട്. വിവിധ സംസ്കാരങ്ങളിലുള്ള ആളുകൾ പരസ്പര ബന്ധത്തിൽ വരുമ്പോഴാണ് സാംസ്കാരിക കൈമാറ്റങ്ങൾ നടക്കുന്നത്. പലപ്പോഴും ഇത്തരം സാംസ്കാരിക കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് വ്യാപാരികളുടെയും വ്യവസായികളുടെയും പര്യടനത്തിലൂടെയും അതുപോലെ രാജാക്കന്മാരും മറ്റു അന്യരാജ്യങ്ങൾ കീഴടക്കിയത് മൂലവുമാണ്. തീർത്ഥാടന യാത്രകളും ജോലിക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്കുള്ള കുടിയേറ്റവും ഇത്തരം സാംസ്കാരിക കൈമാറ്റത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത്തരം സാംസ്കാരിക കൈമാറ്റത്തിന് ഉദാഹരണമാണ് 500 വർഷങ്ങൾക്ക് മുൻപ് പോർച്ചുഗീസുകാർ തക്കാളി, ഉരുളക്കിഴങ്ങ് പോലെയുള്ള പച്ചക്കറികൾ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ തേയില കൃഷി ഇന്ത്യക്കാര് ചൈനക്കാരിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ സാംസ്കാരിക വിനിമയം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരം, ഇപ്പൊ കേരളീയ സംസ്കാരം അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരം സാംസ്കാരിക വിനിമയത്തിലൂടെയാണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണല്ലേ ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ. തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറിയ ഒരു ഘടകങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ചായ കുടിക്കാതെ നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാതെ നമ്മുടെ ഒരു ദിവസം തുടങ്ങുകയില്ല. അപ്പോൾ ഈ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഉൾച്ചേർന്നിട്ടുള്ള ഈ ഭക്ഷണ വസ്തുക്കളും ഒക്കെ നമുക്ക് സാംസ്കാരിക വിനിമയത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. കാരണം നമ്മുടെ ഒരു പണ്ടത്തെ ഒരു കാലഘട്ടത്തില് ഈ തേയിലപ്പൊടിയോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, തക്കാളി പോലെയുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഒരു സമൂഹത്തിൽ ഇല്ലായിരുന്നു. നമ്മുടെ ഇന്ത്യയിലൊന്നും ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ മറ്റ് വിദേശിരൊക്കെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അവരുടേതായ കുറച്ച് പ്രൊഡക്ട്സ് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാന അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രധാന ഒരു ഉൽപ്പന്നമായ കുരുമുളക് അവരുടെ രാജ്യത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ഇങ്ങനെ പരസ്പരമുള്ള ഒരു സാംസ്കാരിക വിനിമയത്തിലൂടെയാണ് പ്രധാനമായിട്ടും അവര് നമ്മുടെ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് സംസ്കാരം രൂപപ്പെടുന്നതിൽ പരസ്പരമുള്ള ആശയവിനിമയത്തിനെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം അടയാളപ്പെടുത്തണം. വിവിധ സംസ്കാരങ്ങളിലുള്ള ആളുകൾ പരസ്പര ബന്ധത്തിൽ വരുമ്പോഴാണ് സാംസ്കാരിക കൈമാറ്റങ്ങൾ നടക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. അപ്പൊ അതിന് ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന തേയിലപ്പൊടിയൊക്കെ നമുക്ക് ചൈനക്കാരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ചൈനക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മള് സഞ്ചാരികളിലൂടെയൊക്കെ അറിഞ്ഞും കേട്ടും ഒക്കെ നമ്മൾ അത് രുചിച്ചു നോക്കി അത് പിന്നീട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറിയതാണ്. അതുപോലെ തന്നെ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ പോർച്ചുഗീസുകാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അവരിവിടെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവരിവിടെ കൊണ്ടുവന്നതാണ് ഇതുപോലെയുള്ള തക്കാളി അതുപോലെ തന്നെ
ഉരുളക്കിഴങ്ങ് പോലെയുള്ള സാധനങ്ങൾ. അപ്പൊ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മുടെ പല രീതിയിൽ ഇപ്പൊ വസ്ത്രധാരണ രീതിയാണെങ്കിലും നമ്മുടെ ഭാഷയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചത് ഈ സാംസ്കാരിക വിനിമയത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ പഴയ കാലത്തെ കുറിച്ച് പറഞ്ഞു, പക്ഷെ ഇപ്പൊ നമുക്ക് പുതിയ കാലം കൂടെ അതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മുടെ ആളുകൾ, കുറെ ആളുകളൊക്കെ വിദേശത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രധാരണ രീതിയിലും അവരുടെ സംസാരത്തിലും അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അല്ലെ. അപ്പൊ അത് ക്രമേണ നമ്മളിൽ പലരിലേക്കും അത് വ്യാപിക്കുകയും അങ്ങനെ നമ്മുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ തന്നെ നമ്മുടെ ചിന്താരീതിയും ഒക്കെ പല രീതിയിലും മാറാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം, അല്ലെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരെ പോലെ തുല്യരാണ് എന്നുള്ള ഒരു മനസ്സിലാക്കലൊക്കെ നമുക്ക് വന്നത് ഈ തരത്തിലുള്ള സാംസ്കാരിക വിനിമയത്തിലൂടെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം നമ്മൾ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച്, അല്ലെങ്കിൽ അമേരിക്കയോ കാനഡയോ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ ആളുകളുടെയൊക്കെ രീതികൾ വെച്ചിട്ട് ആ രീതികൾ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ പടർന്നിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് നോക്കുവാണെങ്കിൽ സാംസ്കാരിക വിനിമയം നമ്മുടെ സംസ്കാരത്തിൽ രൂപപ്പെടുന്നതിൽ എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് എങ്ങനെയാണ് ഈ സാംസ്കാരിക വിനിമയം സാധ്യമാകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. പലപ്പോഴും ഇത്തരം സാംസ്കാരിക കൈമാറ്റങ്ങൾ നടന്നിട്ടുള്ളത് വ്യാപാരങ്ങളിലൂടെയും അതുപോലെ തന്നെ വ്യവസായങ്ങളിലൂടെയും പര്യടനങ്ങളിലൂടെയും അതുപോലെ രാജാക്കന്മാരും മറ്റും അന്യരാജ്യങ്ങൾ കീഴടക്കിയത് മൂലവുമാണ്. അതുകൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. തീർത്ഥാടന യാത്രകളും ജോലിക്ക് വേണ്ടി മറ്റു സ്ഥലങ്ങളിലേക്കുള്ള കുടിയേറ്റവും ഇത്തരം സാംസ്കാരിക കൈമാറ്റത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ഒരു നോക്കാനുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ആഗോളവൽക്കരണം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആഗോളവൽക്കരണത്തിന് സംസ്കാരത്തിന് മേലുള്ള സ്വാധീനം വിലയിരുത്തുക. വാട്ട് ഈസ് മെൻ ബൈ ഗ്ലോബലൈസേഷൻ, അനാലിസ് ഇറ്റ്സ് എഫക്ട് ഓൺ കൾച്ചർ. ഇപ്പൊ ഗ്ലോബലൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരൊറ്റ സാമ്പത്തിക സാംസ്കാരിക ശൃംഖലയുടെ കീഴിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് നമ്മൾ ആഗോളവൽക്കരണം എന്ന് പറയുന്നത്. കാരണം എല്ലാ ഒരു പ്രദേശങ്ങളെയും ഒരൊറ്റ സംസ്കാരത്തിനെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശൃംഖലയുടെ കീഴിൽ കൊണ്ടുവരിക. അപ്പൊ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ബന്ധം കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടയിലൂടെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള ഒരു അവകാശവും അല്ലെങ്കിൽ ഒരു ഫ്രീഡവും സ്വാതന്ത്ര്യവും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആഗോളവൽക്കരണത്തിലൊക്കെ മുൻപ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഇപ്പോഴും അന്യ രാജ്യങ്ങളിലേക്ക് പോകാനൊന്നും സാധിക്കുമായിരുന്നില്ല. കാരണം അതിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഒക്കെ ശേഷമാണ് അവർക്ക് അടുത്ത മറ്റു രാജ്യത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് വിസയും പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പല രാജ്യങ്ങളിലേക്ക് അനായാസം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അതൊക്കെ നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ വന്നു ചേർന്നിട്ടുള്ള കുറച്ച് ഗുണങ്ങളാണ്. അതുകൂടാതെ നമ്മുടെ വ്യവസായം ആണെങ്കിലും നമ്മുടെ വ്യാപാരം ഒക്കെ ആണെങ്കിലും ഈ ഗ്ലോബലൈസേഷന്റെ വരവോടെ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ വരവോടെ ഒരുപാട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാപാരങ്ങൾ നടത്താനോ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനോ അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനോ ഒക്കെ നമുക്ക് അനായാസം സാധിക്കും. ഇതൊക്കെ നമ്മുടെ ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ഗുണങ്ങളാണ്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു 20th സെഞ്ചുറിയിൽ നമ്മൾ TV, കമ്പ്യൂട്ടർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടായി എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. അത് നമ്മുടെ ഒത്തിരി സാംസ്കാരിക മാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രദേശത്ത് നിന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ പ്രദേശത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഞൊടിയിടയിൽ TV വഴിയോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയോ ഒക്കെ നമുക്കും വേറൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ അമേരിക്കയിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാനഡയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലെ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ TVയുടെയും ഒക്കെ ഉയർച്ചയും അതുപോലെ തന്നെ അതിന്റെ വളർച്ചയും ഒക്കെ ഈ ആഗോളവൽക്കരണത്തെ കൂടുതൽ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള പ്രദേശങ്ങളിലെ കാര്യങ്ങളൊക്കെ ഈ ആഗോളവൽക്കരണം മൂലം നല്ല രീതിയിൽ നമുക്ക് അറിയാനും ഒക്കെ സാധിക്കും. ലോകം മുഴുവൻ ഒരൊറ്റ സാമ്പത്തിക സാംസ്കാരിക ശൃംഖലയുടെ കീഴിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് ആഗോളവൽക്കരണം. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക.
ആഗോളവൽക്കരണം എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിന്റ് ആദ്യം എഴുതി വെക്കണം. ഓക്കെ. ഗ്ലോബൽ വില്ലേജ് എന്ന പദം ഉപയോഗിച്ചത് MC ലുഹാൻ എന്ന് പറയുന്ന ആളാണ്. ടെലിവിഷന്റെ മറ്റു വർദ്ധിച്ച തോതിലുള്ള ഉപയോഗം ലോകത്തിൽ ആശയവിനിമയ രംഗത്ത് ദുരവ്യാപകമായ ഫലം ഉണ്ടാക്കുമെന്ന കാഴ്ചപ്പാടാണ് ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിലേക്ക് നയിച്ചത്. അപ്പൊ ഗ്ലോബൽ വില്ലേജും ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വേർഡ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. ടെലിവിഷന്റെയും മറ്റു വർദ്ധിച്ച തോതിലുള്ള ഉപയോഗം ലോകത്തിൽ ആശയവിനിമയ രംഗത്ത് ദുരവ്യാപകമായ ഫലമുണ്ടാക്കുമെന്ന കാഴ്ചപ്പാടാണ് ഗ്ലോബൽ വില്ലേജ് എന്ന ആശയത്തിലേക്ക് നയിച്ചത്. ആധുനിക രീതിയിലുള്ള ആശയവിനിമയ സാധ്യതകൾ രാജ്യങ്ങൾ തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ അകലത്തെ കുറയ്ക്കുന്നു. അങ്ങനെ രാജ്യങ്ങൾ ഒരു വില്ലേജ് പോലെയായി മാറും. ഒരു വിദേശ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ഞൊടിയിട കൊണ്ട് സ്വന്തം രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ പോലെ അറിയുവാൻ സാധിക്കുന്നു. അതുകൂടി ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളാം. കാരണം ഗ്ലോബലൈസേഷന്റെ മറ്റൊരു പ്രധാന ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഞൊടിയിട കൊണ്ട് മറ്റൊരു രാജ്യത്തിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു ചെറിയ ഗ്രാമത്തിലിരിക്കുന്ന ഒരാൾക്ക് പോലും സ്വന്തം പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലെ പെട്ടെന്ന് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. ഗ്ലോബൽ വില്ലേജ് എന്ന ആശയം ഭൂമിശാസ്ത്രപരമായ അകലത്തെ കുറയ്ക്കുന്നതായി പറയുമെങ്കിലും യഥാർത്ഥത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ വ്യത്യാസങ്ങൾ ആളുകൾക്കിടയിലുണ്ട്. ഉദാഹരണത്തിന് ഒരു വില്ലേജ് സംവിധാനത്തിൽ ഭൂ ഉടമകളാണ് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉയർന്ന വിഭാഗം. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച താഴ്ചകളൊന്നും എവിടെയും മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല അല്ലെ. നമുക്കറിയാം നമ്മുടെ സമൂഹത്തില് പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അവർ തമ്മിലുള്ള ഒരു അന്തരം നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ സാധിക്കില്ല. അപ്പൊ ആ വ്യത്യാസം ഈ ഗ്ലോബൽ വില്ലേജ് ഗ്ലോബലൈസേഷനിലും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഉദാഹരണത്തിന് ഒരു വില്ലേജ് സംവിധാനത്തിൽ ഭൂ ഉടമകളാണ് സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉയർന്ന വിഭാഗം. ഇങ്ങനെയുള്ള ഒരു വില്ലേജ് സംവിധാനത്തിൽ നേരിട്ടുള്ള ആശയവിനിമയം സാധ്യമാണ്. എന്നാൽ ആളുകൾ തമ്മിലുള്ള അവരുടെ പദവിയിൽ വ്യത്യാസങ്ങളുണ്ട്. ഗ്ലോബൽ വില്ലേജ് സംവിധാനത്തിൽ ഈ പ്രശ്നം ഒന്നുകൂടി രൂക്ഷിതമാണ്. രൂക്ഷിതം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കടുപ്പമുള്ളതാണെന്നുള്ളതാണ് അവരോട് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ വില്ലേജ് സംവിധാനത്തിൽ വിവിധ രാജ്യങ്ങളിൽ ആയിരിക്കുന്നവർക്ക് മറ്റു രാജ്യങ്ങളിലെ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയാം എന്നല്ലാതെ അവർ തമ്മിൽ ഒരു ചർച്ചയോ പരസ്പര ആശയവിനിമയോ സംഭവിക്കുന്നില്ല. ഇപ്പൊ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക സാംസ്കാരിക ശൃംഖലയുടെ കീഴിൽ എല്ലാ രാജ്യങ്ങളെയും ഉൾച്ചേർത്തിരിക്കുക എന്നുള്ളതാണ് ഒരു ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ഈ ഗ്ലോബലൈസേഷനും അതിൽ ഗ്ലോബൽ വില്ലേജിനും ഒക്കെ ആളുകൾക്കിടയിലുള്ള സാമ്പത്തിക അന്തരം ഒന്നും കുറയ്ക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അതുകൂടാതെ ഇപ്പൊ നമ്മുടെ ഒരു രാജ്യത്ത് നമ്മുടെ ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു പ്രശ്നത്തിന് നമുക്ക് നേരിട്ട് ഇടപെടാൻ പറ്റുന്ന പോലെ ഒരു ഗ്ലോബൽ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു ആഗോള പ്രശ്നത്തിൽ നമുക്ക് നമ്മുടെ നേരിട്ടുള്ള ഇടപെടലൊന്നും ആ ഒരു കാര്യത്തിൽ നമുക്ക് സാധിക്കില്ല. കാരണം ചർച്ചകളിലൂടെയോ മറ്റ് ആശയവിനിമയത്തിലൂടെയോ ഒന്നും ഈ ഗ്ലോബലായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളിലൊന്നും നമുക്ക് നമ്മുടേതായ അഭിപ്രായം പറയാനായിട്ട് സാധിക്കില്ല. അതൊരു ഗ്ലോബലൈസേഷൻ ഒരു പ്രധാന പോരായ്മയാണ്. ഇവിടെ ആശയവിനിമയം പട്ടണങ്ങളിലെ ജനവിഭാഗത്തിന്റെ കുത്തകയാണ്. ഒരു ഗ്രാമ സംവിധാനത്തിലെ മുഖാമുഖ ബന്ധത്തിൽ നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തർക്കങ്ങളിൽ ഏർപ്പെടാനും സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ ആഗോള ഗ്രാമ സംവിധാനത്തിന്റെ ഭാഗമായ TV പോലെയുള്ള മാധ്യമങ്ങളിൽ കാണുന്നത് അതേപടി സ്വീകരിക്കാനേ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഇപ്പം ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും കൂടെ ചെന്നിട്ട് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. പക്ഷെ TV-യിലൊക്കെ പറയുന്ന പോലെ അമേരിക്കയിലെയും മറ്റ് പ്രദേശങ്ങളിലെ ജർമ്മനിയിലെ ഒക്കെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇസ്രായേലിലെ ഒക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അതിൽ ഇടപെടാനൊന്നും സാധിക്കില്ല. അപ്പം മാധ്യമങ്ങൾ എന്താണോ പറയുന്നത് അത് അപ്പാടെ വിഴുങ്ങാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം അതിൽ നേരിട്ട് എന്താണ് പ്രശ്നം സംഭവിച്ചത്, അവിടെ അത് ശരിയാണോ, മാധ്യമങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രവചിക്കാനായിട്ട് പറ്റില്ല. അതൊരു പോരായ്മയായിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെയുള്ള ന്യൂനതകൾ നിലനിൽക്കുക തന്നെ ഗ്ലോബൽ വില്ലേജ് സംവിധാനം സാംസ്കാരിക വിനിമയത്തിന്റെ ശക്തമായ ഒരു മാധ്യമം തന്നെയാണ്. കാരണം ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് നമുക്ക് ആളുകൾ തമ്മിലാണെങ്കിലും വ്യാപാരങ്ങളാണെങ്കിലും മറ്റുള്ള പ്രദേശത്തെ വിവരങ്ങളൊക്കെ TV വഴിയാണെങ്കിൽ നമുക്ക് ലഭിക്കുവാണെങ്കിൽ പോലും ഇത്തരത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ഗ്ലോബലൈസേഷൻ വഴിയുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് TV-യിൽ ഇപ്പൊ അമേരിക്കയിലെ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ ഉള്ള ആളുകളുടെ ഇടപെടൽ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ TV വഴിയൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോടൊരു അഭിനിവേശം തോന്നും. നമ്മുടെ ഈ നാട്ടിലെ രീതിയൊന്നും പോരാ, അതത്ര സുഖമില്ല. അമേരിക്കയിലൊക്കെയാണ് നല്ല രസം, അവർക്ക് ഭയങ്കര ഇക്വാളിറ്റി ഉണ്ട്, അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുള്ളൂ. അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ നമുക്ക്
ഉണ്ടാവാറുണ്ട്. അതുപോലെ അത് ക്രമേണ നമ്മുടെ സംസ്കാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ വസ്ത്രധാരണത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. കാരണം ടിവിയിൽ വരുന്ന ചില പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ വഴി മറ്റ് നാട്ടുകളിലെ അവസ്ഥകളും അവരുടെ ജീവിത രീതിയും ഒക്കെ നമ്മളെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഈ സാംസ്കാരിക വിനിമയത്തിന്റെ ശക്തമായ മാധ്യമമായിട്ട് നമുക്ക് ടിവിനെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പോലെയുള്ള ഫോൺ പോലെയുള്ള കാര്യങ്ങളെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഗ്ലോബലൈസേഷനെ നമുക്ക് അതിന്റെ ഒരു ഭാഗമായിട്ട് കാണാൻ സാധിക്കും. സാംസ്കാരിക വിനിമയത്തിന്റെ ഒരു മാർഗമായിട്ട് ഗ്ലോബലൈസേഷനെയും കാണാൻ സാധിക്കും. കാരണം ഗ്ലോബൽ വില്ലേജ് സംവിധാനം സാംസ്കാരിക വിനിമയത്തിന്റെ ശക്തമായ ഒരു മാധ്യമം തന്നെയാണ്. കാരണം ഒരു സ്ഥലത്തെ സംസ്കാരം മറ്റ് പ്രദേശങ്ങളിലേക്ക് പല മാധ്യമങ്ങളിലൂടെ എത്തിക്കാൻ അതിന് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സാംസ്കാരിക വിനിമയത്തിന് ഒരു കാരണമായിട്ട് ഗ്ലോബൽ വില്ലേജിനെ നമ്മൾ കാണുന്നത്. ഒരു സ്ഥലത്തെ സംസ്കാരം മറ്റു പ്രദേശങ്ങളിലേക്ക് അല്ലെങ്കിൽ പല മാധ്യമങ്ങളിലൂടെ എത്തിക്കാനായിട്ട് ഗ്ലോബൽ വില്ലേജിന് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കണ്ടത്. ഗ്ലോബലൈസേഷനെ കുറിച്ച് നമുക്കറിയാം, മനസ്സിലായല്ലോ അല്ലെ? ഗ്ലോബലൈസേഷൻ എങ്ങനെയാണ് ഒരു സാംസ്കാരിക വിനിമയത്തിന്റെ ഒരു മാധ്യമമായിട്ട് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമുക്ക് ഇവിടെ പഠിച്ചത് നമ്മൾ ക്ലാസിക്കൽ കൾച്ചറിനെ കുറിച്ചാണ്. ക്ലാസിക്കൽ എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന കലാരൂപങ്ങളെയാണ് ക്ലാസിക് കലാരൂപങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ക്ലാസിക് കവിയായിട്ട് നമ്മൾ പറയുന്നത് കാളിദാസനെയാണ്. കാളിദാസൻ ഒരു ക്ലാസിക് കവിയാണ്. അതുപോലെ തന്നെ ഭരതനാട്യം പോലെയുള്ള നൃത്തരൂപങ്ങൾ ഒരു ക്ലാസിക് കൾച്ചറിന്റെ ഭാഗമാണ്. അതുപോലെ ഈ ക്ലാസിക് കലാരൂപങ്ങൾ അല്ലെങ്കിൽ ക്ലാസിക് രചനകളൊന്നും സാധാരണക്കാർക്ക് ലഭ്യമാകുമായിരുന്നില്ല. കാരണം അതൊരു ചിലവേറിയൊരു വിഭാഗമായിരുന്നു. സാധാരണക്കാർ കൂടുതലും നാടൻ പാട്ടുകൾ അല്ലെങ്കിൽ നാടോടി നൃത്തങ്ങൾ പോലെയുള്ള അവരുടെ സാധാരണക്കാരുടെ കലാരൂപങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. പിന്നെ നരവംശ ശാസ്ത്രജ്ഞരും പുരാവസ്തു ഗവേഷകരും സംസ്കാരത്തെയൊക്കെ നിർവചിക്കുന്നതിൽ വളരെയധികം പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. പിന്നെ സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യങ്ങൾ നമ്മുടെ സംസ്കാരങ്ങളെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. പിന്നെ നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സാംസ്കാരിക വിനിമയത്തിലൂടെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? സംസ്കാരത്തെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ഒരു ചാപ്റ്ററിലും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് തുടങ്ങി വെക്കാം. ചാപ്റ്റർ 30 സാംസ്കാരിക നിർമ്മിതികൾ. നമ്മൾ സംസ്കാരത്തെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ ആഗോളവൽക്കരണം, സാംസ്കാരിക വിനിമയം ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിലൂടെ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സാംസ്കാരിക നിർമ്മിതികൾ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. ചാപ്റ്റർ 30 298 പേജ് കേട്ടോ. 298 പേജ്. ഓക്കെ, പുരാതന കാലഘട്ടത്തിലും മധ്യകാലഘട്ടത്തിലും ഉണ്ടായ പെയിന്റിംഗ് കലയുടെ വികാസം വിവരിക്കുക. അപ്പോൾ പെയിന്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ചിത്രകല അല്ലെ? ചിത്രകലയൊക്കെ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുഹകളിലൊക്കെ ഓരോ പ്രാചീനമായിട്ടുള്ള മനുഷ്യര് ഗുഹാചിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചുകൊണ്ടാണ് നമ്മുടെ ചിത്രകലയ്ക്കൊക്കെ ആദ്യം തുടക്കം കുറിച്ചത്. നമ്മൾ അജാന്ത പോലെയുള്ള ഗുഹകളിലും എല്ലോറ ഗുഹകളിലും ഒക്കെ പ്രാചീന മനുഷ്യരൊക്കെ ഓരോ ചിത്രങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ എടയ്ക്കൽ ഗുഹയൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ഈ പല ഗുഹകളിലും പ്രാചീന മനുഷ്യര് ഗുഹാചിത്രങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു ഗുഹാചിത്രങ്ങളിൽ നിന്നാണ് അവരുടെ അന്നത്തെ രീതികൾ, അവരുടെ അന്നത്തെ ജീവിത രീതി എങ്ങനെയായിരുന്നു, അവരുടെ ഭക്ഷണം, അവരുടെ ആയുധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നത് ഈ ഒരു ഗുഹാചിത്രങ്ങളിലൂടെയാണ്. അപ്പൊ നമ്മൾക്ക് ആ ഒരു പ്രാചീന കാലഘട്ടത്തെ കുറിച്ചൊക്കെ അറിവ് നൽകുന്നത് ഈ ഒരു ഗുഹാചിത്രങ്ങൾ വഹിച്ച പങ്കെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് അവർ വഹിച്ചിരിക്കുന്നത്. ഇനി പഴയ കാലഘട്ടത്തില് കലയും കരകൗശല വേലകളും ആളുകളുടെ അനുദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങള്, വസ്ത്രങ്ങള്, താമസിച്ചിരുന്ന വീടുകൾ തുടങ്ങിയവയിലെല്ലാം അവരുടെ കരവിരുത് പ്രകടമാണ്. സ്ത്രീകൾ വീടുകളുടെ ഉമ്മറപ്പടിയിൽ അരിപ്പൊടി, മഞ്ഞൾ, കുങ്കുമപ്പൂ എന്നിവ ഉപയോഗിച്ച് മനോഹരമായ ഡിസൈനുകൾ നിർമ്മിച്ചിരുന്നു. അപ്പോൾ ഇന്നും ആ ഒരു ആചാരം ഉണ്ടല്ലേ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവര് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി സാരിയൊക്കെ ഉടുത്ത് അവര് എഴുന്നേറ്റ് അവരുടെ ഉമ്മറത്ത് വെള്ളമൊക്കെ തളിച്ച് അവര് നന്നായിട്ട് കഴുകിയിട്ട് അവിടെ അരിപ്പൊടി കൊണ്ട് കോലം വരയ്ക്കും. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കോലം വരയ്ക്കുന്ന സ്ത്രീകളുടെ ഒക്കെ ഒരു ചിത്രം, അല്ലെങ്കിൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ.
അതുപോലെ നമ്മുടെ ബ്രാഹ്മണന്മാരായ ആളുകൾക്കും ഈ ഒരു കോലം വരയ്ക്കുന്ന ഒരു അവരുടെ രീതി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കോലം വരയ്ക്കുക എന്നൊക്കെ പറയുന്ന അവരുടെ ചിത്ര രീതിയുടെ അല്ലെങ്കിൽ ചിത്രകലയുടെ ഒക്കെ ഒരു പരിണാമമായിട്ടാണ് നിലനിൽക്കുന്നത്. അതുപോലെ അതൊരു ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഐശ്വര്യത്തിന്റെ ഒക്കെ ഒരു ഐശ്വര്യം കൊണ്ടുവരുന്ന ഒരു കാര്യമൊക്കെ ആയിട്ടാണ് അവര് കാണുന്നത് ഈ കോലം വരയ്ക്കുന്നതിനെ. അപ്പൊ അരിപ്പൊടി, മഞ്ഞള്, കുങ്കുമപ്പൂവ് എന്നിവയൊക്കെ ഉപയോഗിച്ച് മനോഹരമായ ഡിസൈനുകൾ അവർ നിർമ്മിച്ചിരുന്നു. മധുപാണി പെയിന്റിംഗ് ഇത്തരത്തിലുള്ള ഒരു ഗ്രാമീണ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ വളരെ പ്രാചീനമായ ഒരു പെയിന്റിംഗ് ആണ് ഗുഹാചിത്രങ്ങള്. വേട്ടയാടിയും മറ്റും ജീവിച്ചിരുന്ന ഗോത്രവർഗത്തിന്റെ സൃഷ്ടിയാണിത്. ഉത്തർപ്രദേശിലെ മിർസാപൂർ പോലെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പെയിന്റിങ്സ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ചിത്രങ്ങളിൽ കാണിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടുന്ന മനോഹരമായ ദൃശ്യങ്ങളാണ്. അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഇത്തരം ചിത്രങ്ങൾ സഹായിച്ചിരുന്നു. ആദ്യകാലത്ത് മനുഷ്യൻ അവരുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം പെയിന്റിങ്സ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ പിൻകാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നിരുന്നത്. ഇത്തരം പെയിന്റിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്ക് സഹായവും പ്രോത്സാഹനങ്ങളും ഭരണാധികാരികൾ നൽകിയിരുന്നു. മഹാരാഷ്ട്രയിലെ അജന്ത, എല്ലോറ ഗുഹകളിൽ മനോഹരമായ പെയിന്റിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. അജന്ത പെയിന്റിങ്ങുകളിൽ ചിത്രീകരിക്കുന്നത് ശ്രീബുദ്ധന്റെ ജീവിത കഥകളാണ്. അപ്പോൾ അജന്ത, എല്ലോറ ഗുഹകളെ കുറിച്ചൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ ശ്രീബുദ്ധന്റെ ജീവിത കഥകളാണ് അതൊരു പെയിന്റിങ്സ് ആയിട്ട് അവര് അവിടെ വരച്ചിരുന്നത്. പിന്നെ പെയിന്റിംഗ് ഒരു കല എന്ന രീതിയിൽ വികാസം പ്രാപിച്ചത് രാജകൊട്ടാരങ്ങളോടും വലിയ സിറ്റികളോടും ടൗണുകളോടും ബന്ധപ്പെട്ടാണ്. കാരണം പണ്ട് കാലഘട്ടത്തിൽ അവരൊരു വിനോദമായിട്ടാണ് ചിത്രകലാ രീതിയെ കൊണ്ടു നടന്നത്. കാരണം അതുപോലെ അവര് അവരുടെ ജീവിത കഥകൾ പോലെയാണ് അവർ അവിടെ ഗുഹാചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത്. പക്ഷെ പിന്നീട് രാജകൊട്ടാരങ്ങളോടും വലിയ സിറ്റികളോടും ടൗണുകളോടും ഒക്കെ ബന്ധപ്പെട്ട് ചിത്രകല എന്ന് പറയുന്ന ഒരു കല വളർന്ന് വികാസം പ്രാപിക്കുകയാണ് ചെയ്തത്. ഒരുപാട് രാജാക്കന്മാരൊക്കെ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. കാരണം പല കൊട്ടാരങ്ങളിലുമൊക്കെ ചിത്രകലകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചിത്രകലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാജാക്കന്മാർ നൽകിയ മുൻതൂക്കത്തെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മുഗൾ പെയിന്റിങ് ഇതിന് ഉദാഹരണമാണ്. ബുക്ക് ബൈൻഡിങ് പുസ്തകങ്ങളുടെ ചിത്രരൂപത്തിലുള്ള ആവിഷ്കരണവും മധ്യകാലഘട്ടത്തിൽ വളരെ പ്രചാരം നേടിയിരുന്നു. ഇതിനൊരു ഉദാഹരണമാണ് അക്ബർനാമ. അടയാളപ്പെടുത്തി വെച്ചോളൂ. അക്ബർനാമ ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ വൈദഗ്ധ്യം നേടിയ ഒരു ചിത്രകാരനായിരുന്നുവെന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പുരാതന കാലഘട്ടത്തിലെയും മധ്യകാലഘട്ടത്തിലും ഉണ്ടായ പെയിന്റിംഗ് കലയുടെ വികാസം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കേണ്ടത് പെയിന്റിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചിത്രകല എന്ന് പറയുന്നത് നമ്മൾ ഗുഹകളിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. അല്ലെങ്കിൽ പ്രാചീനരായ മനുഷ്യര് ഗുഹാ ചിത്രങ്ങളായിട്ട് അവരുടെ ജീവിത രീതികളെയും അവരുടെ ഉപകരണങ്ങളെയൊക്കെ അവർ വരച്ചു വെച്ചിരുന്നു. അതിൽ നിന്ന് കൂടുതൽ കാലം കഴിഞ്ഞപ്പോൾ അത് പിന്നീട് പല പല രീതിയിൽ ചിത്രകലകളായിട്ട് രൂപാന്തരപ്പെടുകയും നമ്മുടെ പല രാജാക്കന്മാരും ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ചിത്ര രീതിയിലേക്ക് ചിത്രകലാ രൂപങ്ങൾ വളർന്ന് വികാസം പ്രാപിച്ചത്. പ്രത്യേകിച്ച് മുഗൾ പെയിന്റിങ്സും ഒക്കെ ഈ ഒരു ടൗണുകളും അതുപോലെ തന്നെ സിറ്റികളും രാജകൊട്ടാരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച ചിത്രകലയ്ക്ക് ഉദാഹരണങ്ങളാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ജൈനമതത്തിലെ ആദ്യ തീർത്ഥങ്കരനായ ഋഷഭദേവൻ വൈദഗ്ധ്യം നേടിയ ഒരു ചിത്രകാരനായിരുന്നു എന്നുള്ള കാര്യം കൂടെ അടയാളപ്പെടുത്തി വെച്ചോളുക. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളെയും ആഭരണങ്ങളെയും കുറിച്ച് വിശകലനം ചെയ്യുക. അനലൈസ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റൈൽസ് ആൻഡ് കോസ്റ്റ്യൂംസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പഴയ കാലത്തിലെ ആളുകളൊക്കെ ഇലകളും അല്ലെങ്കിൽ തോലുകൾ, നമ്മുടെ മാനിന്റെ തോല്, അവര് വേട്ടക്കാരായിരുന്നു നമുക്കറിയാം അല്ലെ, പണ്ടത്തെ ആളുകൾ. അപ്പൊ അവര് മൃഗങ്ങളെ വേട്ടയാടിയിട്ട് അവരെ ഭക്ഷിച്ച് അവരുടെ മാംസം ഭക്ഷിച്ചതിന് ശേഷം അവരുടെ തോലുകളൊക്കെ ഉരിച്ചെടുത്ത് അവരവരുടെ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു പണ്ട് കാലത്ത്. അതിനുശേഷം പിന്നീട് വന്നപ്പോൾ നമ്മള് പരുത്തിയും അതുപോലെ തന്നെ കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ച് നമുക്കൊരു ചരിത്രം തന്നെയുണ്ട്. തുന്നിയ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുൻപ് ഇപ്പൊ സാരി ആണെങ്കിൽ പിന്നെ ഓർത്തു നോക്കാം, നമുക്ക് സാരി എന്നൊക്കെ പറയുന്നത് അത് തുന്നാത്തൊരു വസ്ത്രമാണ് അല്ലെ, ഒരു നീളത്തിലുള്ള ഒരു തുണിയാണ്. അത് നമ്മൾ വളരെ അടുക്കും ചിട്ടയോടും കൂടെ
ഞൊറിയൊക്കെ എടുത്ത് ഇട്ട് കഴിയുമ്പോൾ ആ സാരി എന്ന് പറയുന്ന ഒരു രൂപത്തിലേക്ക് വരുന്നത്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാത്ത ഒരു തുണിയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് സ്റ്റിച്ച് ചെയ്യാത്ത ഒരു തുണിയായിട്ട് അവര് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഉള്ള തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് കാണുന്നത്. ഭൂമിശാസ്ത്രപരവും കലാവസ്തുപരവുമായ ഘടകങ്ങൾ ഇന്ത്യൻ ജനതയുടെ വസ്ത്രധാരണ രീതിയെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ആളുകൾ കമ്പിളി വസ്ത്രങ്ങളും കോട്ടൺ വസ്ത്രങ്ങളും കൂടുതലായി ധരിക്കുന്നു. പ്രാചീന ഇന്ത്യക്കാർ തുന്നാത്ത വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കരുതപ്പെടുന്നു. ഏത് കാലഘട്ടം മുതലാണ് അവർ ഇന്ത്യൻ ജനത തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. കുഷാന രാജവംശത്തിലെ സൈന്യം തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായി പഴയകാല പെയിന്റിങ്സുകളിൽ നിന്ന് അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. അമരാവതി, ബ്രഹ്മേദേശുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച ശിലാചിത്രങ്ങളിൽ നൃത്തം ചെയ്യുന്ന സ്ത്രീകളും മറ്റും തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നതായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ കോട്ടൺ ഉൽപാദനം ചരിത്രാതീത കാലം മുതലുള്ളതാണ്. ഹാർപ്പൻ സംസ്കാരത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായ മോഹൻജൊദാരോയിൽ നിന്നും കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നതിന് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. നൂൽ നൂൽക്കുന്നതിനുള്ള യന്ത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വസ്ത്രങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. ചുമന്ന നിറം ഉപയോഗിക്കുന്നത് സമൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. വിവാഹ അവസരങ്ങളിൽ പരമ്പരാഗതമായി വധു അണിയുന്നത് ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്. കാവിയും വെള്ളയും പരിശുദ്ധിയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. ഇന്ത്യയില് പരമ്പരാഗതമായ ആത്മീയ ആചാരങ്ങളും വിധവകളും ഇത്തരം കളറുകൾ ധരിക്കുന്നുണ്ട്. കറുപ്പ് അശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. പ്രാചീന കാലങ്ങളിൽ സസ്യങ്ങളിൽ നിന്നുമാണ് കളറുകൾ രൂപപ്പെടുത്തിയിരുന്നത്. വസ്ത്രങ്ങളിൽ കാണുന്ന ചിത്രപ്പണികൾ ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് അതിൽ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. താമരയുടെ ചിത്രീകരണം ഇന്ത്യയിൽ വളരെ പ്രാചീനവും പ്രസിദ്ധവുമാണ്. ഇന്ത്യയിൽ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ പഴയ കാലഘട്ടം മുതലേ നിർമ്മിച്ചിരുന്നു. വ്യത്യസ്ത രീതിയിലുള്ള തുണിത്തരങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള നിർമ്മാണ വിദ്യകൾ ആവശ്യമാണ്. ആന്ധ്രാപ്രദേശിലെ പ്രത്യേകതരം തുണിത്തരങ്ങളായിരുന്നു കലങ്കാരി. ഇതിന് 14ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. നമ്മൾ കലങ്കാരി വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴാണേലും നമ്മുടെ വിപണിയിലൊക്കെ ഉണ്ട് അല്ലെ. കലങ്കാരി പണ്ടൊരു ട്രെൻഡായിരുന്നു കലങ്കാരി തുണികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ബ്ലൗസും ഡ്രസ്സും ഒക്കെ ധരിക്കാന്നുള്ളത്. ഇന്നും കലങ്കാരി എന്ന് പറയുന്ന ഒരു തുണിത്തരം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് ആന്ധ്രാപ്രദേശിലെ പ്രത്യേകതരം തുണിത്തരമാണ്. അതിനൊരു 14ാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ നമ്മുടെ വസ്ത്രധാരണ രീതിയൊക്കെ ഓരോ സ്ഥലത്തെയും അവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ പ്രത്യേകം ഓർക്കണം. കാരണം ആന്ധ്രാപ്രദേശിലൊക്കെ ഒരു രീതിയിലുള്ള വസ്ത്രം, കേരളത്തിലെ മറ്റൊരു രീതിയിലാണ് ആളുകൾ വസ്ത്രം ധരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരൊക്കെ നോക്കുവാണെങ്കിൽ അവർ കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ധരിക്കാറ്. അപ്പൊ നമ്മൾ ഇവിടെ കമ്പിളി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമുക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അവർ വിചാരിക്കും. കാരണം എന്താണ്, നമ്മുടെ ഒരു രീതിയായിട്ടും നമ്മുടെ ക്ലൈമറ്റ് ആയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭൂപ്രകൃതിയൊക്കെ ആയിട്ട് കാലാവസ്ഥയൊക്കെ ആയിട്ട് ഈ ഒരു കമ്പിളി വസ്ത്രം യോജിക്കില്ല. നമുക്ക് കോട്ടൺ വസ്ത്രങ്ങളാണ് നമുക്ക് കൂടുതലും യോജിക്കുക. അതുപോലെ പക്ഷെ നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിൽ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ തണുത്ത് വിറച്ചു പോകും. അപ്പൊ അവർ ഉപയോഗിക്കുന്നത് കമ്പിളി വസ്ത്രങ്ങളാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെയൊക്കെ വസ്ത്രധാരണ രീതി നമ്മൾ കണ്ടിട്ടുണ്ടാകും. അവര് തുണി കൊണ്ട് മുഴുവൻ മൂടിയിട്ടാണ് അവർ നടക്കുക. അപ്പൊ അവർ ആ പൊടിയിൽ നിന്നും അതുപോലെ തന്നെ ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് അവർ ആ രീതിയിലുള്ള വസ്ത്രധാരണ രീതിയാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ പല ആളുകളും പല രീതിയിലാണ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്. അവരുടെ കാലാവസ്ഥയുമായിട്ട് അവരുടെ ജീവിത രീതിയും ഒക്കെ ആയിട്ട് ഓരോ വസ്ത്രത്തിനും ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ വിശദമായിട്ട് പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.